ഇതാണ് ഞങ്ങളുടെ പഴയ കിച്ചൺ. ഈ കണ്ടീഷനിൽ നിന്നും ഇപ്പോൾ കാണുന്ന ഈ കണ്ടീഷനിലേക്ക് എങ്ങനെയാണ് എത്തിയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും അജ്മോൾസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ വൈറ്റ് കിച്ചണുമായിട്ടാണ്. ഞങ്ങൾ പുതിയതായി പണിയിപ്പിച്ച ഒരു വൈറ്റ് കിച്ചൺ. ഈ കിച്ചൺ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഈ കിച്ചൺ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നമുക്കായി ഫിറ്റ് ചെയ്ത് തന്ന പ്രസാദിനെ നിങ്ങൾക്ക് കാണണ്ടേ. ഈ കിച്ചണിൻ്റെ പണി മൊത്തം ചെയ്തിരിക്കുന്നത് പ്രസാദും ലിജുവും കൂടിയാണ്. ലിജു ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല, സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷേ ഞാൻ ലിജുവിനെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നതായിരിക്കും. പ്രസാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ പ്രസാദിനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പ്രസാദ് ഭയങ്കര തിരക്കുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ ഒത്തിരി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് പ്രസാദ് ഈ വീഡിയോയിൽ പോലും വരുന്നത്. ഹലോ പ്രസാദ്. അപ്പൊ ഇതാണ് പ്രസാദ്. ഇനി പ്രസാദ് പറയാനുള്ള എന്താണെന്ന് നിങ്ങൾ കേട്ടോ. ഹലോ, എൻ്റെ പേര് പ്രസാദ്. അപ്പം ഞാൻ സിഗ്മ കിച്ചൺസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുത്തെ കിച്ചൺ പ്ലാൻ ചെയ്തതും ഡിസൈൻ ചെയ്തിട്ട് ഇൻസ്റ്റാളും ചെയ്തത് ഞങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരു ക്വിക്കായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ഇപ്പം വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തേക്കുന്നെല്ലാം ഹൈ ഗ്ലോസ് ഫിനിഷിലാണ്. എന്നിട്ട് ഒരു ലാമിനേറ്റ് വർക്ക്ടോപ്പാണ്, ബ്ലാക്ക് സ്പാർക്കിൽ ലാമിനേറ്റ് വർക്ക്ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹോട്ട്പോയിൻറ്റിൻ്റെ അപ്ലയൻസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഓവനും ഗ്യാസ് സ്റ്റോവും ഫുഡ്, പിന്നെ ഡിഷ് വാഷറും ഉണ്ട്. അതും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഡിഷ് വാഷറാണ്. ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഡിഷ് വാഷർ നമ്മൾ ബേസിക്കലി ഈ സിങ്കിനോട് അടുത്ത് തന്നെയാണ് നമ്മൾ സാധാരണ അത് പ്ലേസ് ചെയ്യാറ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് നമുക്ക് ഇതിനകത്ത് പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡിഷ് വാഷറിൻ്റെ ഇൻ്റഗ്രേഷൻ. അപ്പം ബേസിക്കലി ഇതിനകത്ത് തന്നെയാണ് എല്ലാ സംഭവങ്ങളും. അപ്പം ഇതിങ്ങനെ ആ ഡോർ ഫിനിഷ് അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാ ഡോറുകളും അത് തന്നെയല്ല, എല്ലാ ഡോറുകളും ചെയ്തിരിക്കുന്ന എല്ലാം മൊത്തം സോഫ്റ്റ് ക്ലോസ് ആണ്. പതുക്കെ അടഞ്ഞു പോകുന്ന ടൈപ്പിലാണ്. ഡ്രോയേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ പതുക്കെ തുറന്നിട്ട് നമ്മൾ എന്നാ ശക്തി അടച്ചാലും പതുക്കെ അടഞ്ഞു പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. അല്ല, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് വലിയ ടൈലാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇത് കിട്ടും. അത് സ്പ്ലിറ്റ് ഫേസ് എന്നാണ് ഇന്ന് ബേസിക്കലി പറയുന്നത്. അത് വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചെറിയ പാറ്റേൺസ് ഉണ്ട് അതിൽ. ഗ്രൗട്ട് ലൈൻസ് കുറവായാലും ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. അത് ഒരു ട്രെൻഡാണ്, പുതിയ ട്രെൻഡാണ്. അങ്ങനെ ചെറിയ പാറ്റേൺസിൽ വലിയ ടൈൽസ്. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തതാണ്. അപ്പം അത് എല്ലാം കറക്റ്റ് കളറും ഒക്കെ ആയിട്ട് മാച്ചായി വന്നപ്പോഴത്തേക്കും നല്ലപോലെ അത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഹലോ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലക്ഷറി വാനിൽ ടൈൽസ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഫ്ലോറിംഗ് ആണ്. അത് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. യുണീക്ക് ഫ്ലോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതും ലാമിനേറ്റ് അങ്ങനെ തുടങ്ങിയ ഒത്തിരി പാറ്റേൺസ് ഉണ്ട്. ഈ ലക്ഷറി വാനിൽ ടൈൽസിൻ്റെ തന്നെ അനേകം പാറ്റേണുകൾ ഉണ്ട്, നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇതാണ് ഈ കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എക്സോസ്റ്റ് അല്ലെ ഹുഡ്. വളരെ ഈസിയായി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹുഡാണിത്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ അല്പം കൂടെ കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ തുറന്നു വയ്ക്കുകയും ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കാവുന്നതുമാണ്. ഇത് ഹോട്ട് പോയിന്റിൻ്റെ 5 ബർണറുള്ള ഒരു ഗ്യാസ് ഹോബാണ്. ഹോബിൻ്റെ മുകളിലായിട്ട് ഒരു ബ്ലാക്ക് ഗ്ലാസ് ആംഗിൾഡ് കുക്കർ ഹുഡ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുകയും കരിയും ഒക്കെ അബ്സോർബ് ചെയ്ത് വീട് നല്ല ക്ലീനാക്കി വെക്കാൻ, അല്ലെങ്കിൽ കിച്ചൺ നല്ല ക്ലീനാക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഈ എക്സോസ്റ്റ്. ഈ എക്സോസ്റ്റിന് 3 ഫാൻ സ്പീഡ്സ് ആണ് ഉള്ളത്. ഈ എക്സോസ്റ്റിൽ എക്കോ ലൈറ്റിംഗ് സിസ്റ്റമാണുള്ളത്. ഇതിന് 3 കളർ ചേഞ്ചിങ് ലൈറ്റ്സ് ആണുള്ളത്. റെഡ്, പിന്നെ ഗ്രീൻ, പിന്നെ ബ്ലൂ. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കളർ മാറ്റുവാൻ സാധിക്കും. പിന്നെ ഇവിടെ വർക്ക് ടോപ്പിൻ്റെ മുകളിലായിട്ട് ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ റിതത്തിനനുസരിച്ച് കളർ മാറി വരുന്ന ഒരു LED ലൈറ്റ് സിസ്റ്റമാണിത്. കുക്കറിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 റെയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത ഉടനെ ചൂടോടുകൂടി പോട്ടൊക്കെ അതിൻ്റെ മേതൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ടോപ്പൊന്നും കേടാകുകയില്ല, അതിൻ്റെ കളർ മങ്ങുകയുമില്ല. ഇത് സാംസങ്ങിൻ്റെ ഒരു മൈക്രോവേവാണ്. പിന്നെ കിച്ചണിൽ കുറച്ച് സെൻറ്റഡ് ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ട്. മീനൊക്കെ വറുത്തതിന് ശേഷം അല്ലെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷമുള്ള സ്മെല്ല് കളയുന്നതിനായിട്ടാണ് ഈ ക്യാൻഡിൽ ഇവിടെ വച്ചിരിക്കുന്നത്. കിച്ചൺ ചെയ്തപ്പോൾ ഈ സ്വിച്ച് ബോർഡൊക്കെ അവർ പുതിയത് മാറ്റി വെച്ചതാണ്. ഇതാണ് ഞങ്ങളുടെ വർക്ക് ടോപ്പ്.
ഗ്ലിറ്ററി വർക്ക് ടോപ്പിനോട് എനിക്ക് പണ്ടേ താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ കിച്ചൺ ചെയ്യാൻ നേരത്ത് അവരോട് നേരത്തെ പറഞ്ഞിരുന്നു ഗ്ലിറ്ററി വർക്ക് ടോപ്പ് വേണമെന്ന്. ഇതിലും നല്ല വർക്ക് ടോപ്പുകളൊക്കെ അവർ കാണിച്ചെങ്കിലും എനിക്ക് ഇതിന് ഒരു പ്രത്യേക ഫാൻറ്റസി ആയിരുന്നു. കിച്ചണും ലൈഫും ഒക്കെ അല്പം ഗ്ലിറ്ററി ആയിട്ടിരിക്കട്ടെ അല്ലേ. കിച്ചണിൻ്റെ ഏറ്റവും പിറകിലായിട്ട് ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുവാനുണ്ടെങ്കിൽ കിച്ചണിലെ വർക്കിനിടയിൽ തന്നെ അത് ചെയ്യുവാനും സാധിക്കും. അതായത് കിച്ചണിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ഒരാൾക്ക് ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അടിയിലും മുകളിലും ക്യാബിനറ്റ്സ് ഒന്നും വയ്ക്കാതെ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇത് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഫിറ്റോണിയ ടെറേറിയം അല്ലെ നെയർ പ്ലാന്റ് കൊണ്ടൊരു ടെറേറിയം. ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് കിച്ചണിൽ സിങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിങ്കിലെ പൈപ്പിന് പല പ്രത്യേകതകളുമുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഹോൾഡറിൽ നിന്ന് എടുത്ത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നമ്മൾ ഏത് പൊസിഷനിലാണ് വെള്ളം വേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോകാം. അതുപോലെ അതിന് 2 രീതിയിൽ വെള്ളം വരും, ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ റെയിൻ ഷവർ പോലെയും വെള്ളം വരുന്നതാണ്. ഇതാണ് ലിജു, ഞങ്ങളുടെ നെയ്ബർ കൂടിയാണ് കേട്ടോ. ലിജു ഞങ്ങളുടെ ക്യാബിനറ്റിൻ്റെ ഷവറൊക്കെ അൺറാപ്പ് ചെയ്യുകയാണ്. ഹായ് ലിജു. നേരത്തെ കിച്ചണിൽ ഇവിടെയൊന്നും ക്യാബിനറ്റ്സ് ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം കിച്ചണിൽ പ്രസാദ് ഇവിടെയൊക്കെ ക്യാബിനറ്റ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്യാബിനറ്റ്സിൻ്റെ കുറവുണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാനാവില്ല. ഈ കിച്ചണിൻ്റെ ക്യാബിനറ്റ്സ് എല്ലാം വൈറ്റ് ഹൈ ഗ്ലോസ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ബിന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ വേസ്റ്റൊക്കെ ഇടണമെങ്കിൽ ഇതിനകത്താണ് ഇൻറ്റഗ്രേറ്റഡ് ബിൻ. ഒരെണ്ണത്തിൽ റീസൈക്ലിങ്ങും ഒരെണ്ണത്തിൽ ഫുഡിൻ്റെയും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ഗ്ലാസ് വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ്. ഇനി ഇവിടെ എൻ്റെ ഒരു ചെറിയ സ്പൈഡർ പ്ലാന്റ്. എയർ പ്യൂരിഫിക്കേഷന് നല്ലതായതുകൊണ്ടാണ് ഞാൻ ഈ സ്പൈഡർ പ്ലാന്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് നിലം മുട്ടയാകാറായി. അവിടെയായിട്ടാണ് മൈക്രോവേവ്, അവൻ, ഗ്രിൽ, ഹോബ്, എക്സോസ്റ്റ് അവയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം ഇവർ ചെയ്ത കിച്ചൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇഷ്ടംപോലെ ക്യാബിനറ്റ്സ് ഉണ്ട്. നമുക്കിനി സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലെന്നുള്ള ഒരു കംപ്ലൈൻറ്റേ ഉണ്ടാകത്തില്ല. അത്രമാത്രം ക്യാബിനറ്റ്സ് ഉണ്ട്. നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? കിച്ചണിലല്ലേ. അപ്പോൾ ആ കിച്ചൺ ഏറ്റവും മനോഹരമാക്കി ക്ലീനായിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കയറി പണിയുവാനും എല്ലാവർക്കും വെച്ച് വിളമ്പാനും ഒക്കെ തോന്നുകയുള്ളൂ അല്ലേ. പിന്നെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഡ്രോസ് ഉണ്ട്. മൈക്രോവേവിൻ്റെ അടിയിലായിട്ട് കുറേ സ്പൂണൊക്കെ വെക്കാനുള്ള സ്ഥലം. അതുപോലെ മൊബൈലൊക്കെ നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന USB പോർട്ടുകളും ഈ സ്വിച്ച് ബോർഡിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വാം മിൽക്കി ലൈറ്റ്സ് ആണ് കിച്ചൻ്റെ റൂഫിലായി സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പഴയ കിച്ചൺ ഭയങ്കര ഡാർക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് മാറാനേ തോന്നുകയില്ല. ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നത് LVT കൊണ്ടാണ്. LVT എന്ന് പറയുന്നത് സ്റ്റോണും വിനയിലും കൂടെ ചേർന്നുള്ള ഒരു ഫ്ലോറിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് തണുക്കത്തില്ല. നമ്മൾ ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഏറ്റവും വന്നൊരു ചായ ഉണ്ടാക്കണമെങ്കിൽ പോലും ചെരുപ്പിടാതെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ തണുപ്പാണ്. പ്രത്യേകിച്ച് ഈ വിൻ്റർ മന്ത്സിൽ LVT ഇട്ട് കഴിഞ്ഞാൽ ഒരു തണുപ്പുമില്ല, അണ്ടർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അതിൽ നിൽക്കാൻ പറ്റും. ഗ്ലാസ് വെയേഴ്സ് ഒന്നും ഈ ഫ്ലോറിൽ ചാടിയാലും പൊട്ടിപ്പോകത്തുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ പുതിയ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.